എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്നത് ആരാണ്? അതാണ് നാം ഇന്ന് നോക്കുന്നത്. നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ കുറിച്ചാണ് നാം ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇതൊരു ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് റെസിനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾ റെസിനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും ഇത് നിങ്ങൾക്ക് ബാധകമായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള ഫയലുകളാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്നത് ആരാണ്? നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അവർക്ക് വേണ്ടി നിലകൊള്ളാനും അവർക്ക് വേണ്ടി ആഗ്രഹിക്കാനും അവർ കൂടെ ഉണ്ടാകാനൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം. നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങളെങ്ങനെ അറിയും? പലരെയും നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടായിരിക്കും. പലരും നിങ്ങളെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങളെങ്ങനെ കണ്ടെത്തും? അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങളെങ്ങനെ കണ്ടെത്തും? നിങ്ങൾക്കറിയാൻ കഴിയാത്ത തരത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നവരെക്കുറിച്ചാണ് ഞാൻ നോക്കുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവരോട് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ അത് നിങ്ങൾ ആ ഉള്ളിൽ തന്നെ വെച്ചിരിക്കുകയാണ്. കാരണം നിങ്ങൾ പലപ്പോഴും ആഗ്രഹിച്ചത് അവർ നിങ്ങളെ സ്നേഹിക്കാനാണ്. പക്ഷേ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള വാർത്ത, ആ വിവരം നിങ്ങൾക്കറിയാൻ കഴിയാത്ത സാഹചര്യം. നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അവർ നിങ്ങളെ സ്നേഹിക്കുമെന്ന്. നിങ്ങൾക്ക് അവരോട് ആഗ്രഹമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തുറന്നു പറയാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ പലയിടത്തും ലഭിക്കണമെന്നില്ല. പക്ഷേ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവർ തുറന്നു പറയുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങളെ സ്നേഹിച്ചിരുന്ന അവർ ഇത്രയും കാലം അത് നിങ്ങളറിയാതെ വെച്ചു. ഇനി അവർ നിങ്ങളോടത് പറയാൻ പോകുന്നു. നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത്, നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത്, നിങ്ങൾ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു എന്നുള്ളത് അവർ അത് തുറന്നു പറയാൻ പോകുന്നു. മാത്രമല്ല അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാനാണ്. നിങ്ങളായിട്ട് അവർ ഉടൻ തന്നെ കൂടിച്ചേരും. ഇനി അവർക്കത് രഹസ്യമായിട്ട് വെക്കാൻ സാധിക്കില്ല. നിങ്ങളുമായി കൂടിച്ചേർന്ന് ഒരുമിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് അവർ വരുന്നു. അവരെ സംബന്ധിച്ച് ഇനിയും നിങ്ങളോടുള്ള സ്നേഹം മനസ്സിൻ്റെ ഒരു കോണിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്നും മാറി ഇനി ജീവിക്കാൻ കഴിയില്ല. അവർ മനസ്സിലാക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങളോടുള്ള ഇഷ്ടം, അത് അവർ പരിപൂർണമായി നിങ്ങളോട് പറയാൻ പോകുന്നു. അവർക്കിനി നിങ്ങളോടത് മറച്ചു വെക്കാൻ സാധിക്കില്ല. കാരണം അവർക്ക് നിങ്ങളിലേക്ക് അടുത്തെത്താൻ സമയമായി. ഇത്രയും കാലം അവർ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിച്ച് വെച്ചിരിക്കുകയാണ്. അത് നിങ്ങളോട് തുറന്നു പറയുമ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതൊന്നും നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എത്ര സന്തോഷിക്കുമായിരുന്നു, ഞാൻ എത്ര ആഗ്രഹിക്കുമായിരുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഒരു അവസരത്തിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അത് ആഗ്രഹിച്ചിരുന്നു വല്ലാതെ. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തി നിങ്ങളെ ഇതിനു മുമ്പേ സ്നേഹിച്ചതായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ എത്രത്തോളം സ്വപ്നം കാണാമായിരുന്നു, എത്രത്തോളം നിങ്ങളത് സന്തോഷം പകരുമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നൊരു സമയം വരും. ആ വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. കാർഡ് എംപററാണ് വന്നിരിക്കുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നിങ്ങളുടെ സഹായം ആ വ്യക്തിക്ക് വേണം. നിങ്ങളിൽ ഒരു സ്വാധീനം ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിക്ക് കരുത്തേകാൻ നിങ്ങൾ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. ആ വ്യക്തിക്ക് ശക്തിയേകാൻ നിങ്ങൾ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. സമൂഹത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ കൈകളും പിടിച്ചുകൊണ്ട് മുന്നോട്ട് നെഞ്ചു വിരിച്ചുകൊണ്ട് അഭിമാനത്തോടെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം അത്രത്തോളം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ. നിങ്ങളുടെ അടുത്തുള്ള സ്റ്റെബിലിറ്റി, നിങ്ങളുടെ അടുത്തുള്ള ശക്തി, നിങ്ങളുടെ അടുത്തുള്ള മനസ്സ്, നിങ്ങളുടെ അടുത്തുള്ള എഫിഷ്യൻസി, നിങ്ങളുടെ അടുത്തുള്ള സന്തോഷം, സംതൃപ്തി, അതൊരിടത്തും ലഭിക്കുകയില്ല എന്ന് ആ വ്യക്തിക്ക് കൃത്യമായ ഉറപ്പുണ്ട്. അത്രത്തോളം ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരാൻ ആഗ്രഹിക്കുന്നു. ഒരുമിച്ചുള്ള ജീവിതം ആഗ്രഹിക്കുന്നു. പവർഫുള്ളായിട്ടുള്ള ജീവിതത്തിൽ മനസ്സ് നിങ്ങളിൽ കൊരുത്തി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കഠിനാധ്വാനവും നിങ്ങളുടെ ആ വ്യക്തിക്ക് വേണ്ടിയുള്ള പ്രയാണങ്ങളും ആ വ്യക്തിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നിങ്ങളുടെ ആ ജീവിതവും അതെല്ലാം ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ആ വ്യക്തിക്ക് അതെല്ലാം വേണം. ആ വ്യക്തി അതെല്ലാം ആഗ്രഹിക്കുന്നു. ആ വ്യക്തി ജീവിതത്തിൽ നിങ്ങളെ വല്ലാതെ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്.
ഒരുപാട് സന്തോഷം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. നിങ്ങൾ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കഠിനാധ്വാനത്തിലൂടെ ആ വ്യക്തിയെ സംരക്ഷിക്കുമെന്ന് ആ വ്യക്തിക്കറിയാം. പ്രണയം അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഭാവത്തിൽ വരുന്നു. പ്രണയം അതിൻ്റെ ഏറ്റവും വലിയ ശക്തിയിൽ വരുന്നു. പ്രണയം അതിൻ്റെ ഏറ്റവും വലിയ പാരമ്യതയിലുണ്ടാവുന്നു. നിങ്ങളുമായി കൃത്യമായൊരു പ്രണയം, ഹൃദയത്തെ തൊട്ടറിഞ്ഞ് ഹൃദയത്തെ കണ്ടെത്തി വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഭാഗ്യം, വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തിൽ നേട്ടമുണ്ടാക്കാനുള്ളൊരു സൗഭാഗ്യം. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ചോയ്സ് നൽകാനും നിങ്ങൾക്ക് പുറകെ നടന്ന് നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങളുടെ വിജയത്തിന് ഭാഗമാകാനും അഭിമാനത്തോടെ നിങ്ങളുടെ വിജയങ്ങൾ കാണാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു. എല്ലാ അർത്ഥത്തിലും നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെ മാത്രം മതി. നിങ്ങളെ സ്നേഹിച്ച് കൊതിതീരാത്ത മനസ്സുമായിട്ട് ആ വ്യക്തി ഉള്ളിലുള്ള മുഴുവൻ സ്നേഹവും, ഇതുവരെ ഒളിപ്പിച്ചു വെച്ച മുഴുവൻ സ്നേഹവും നിങ്ങളോട് പറയാൻ പോകുന്നു. ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോടുണ്ടാകുന്ന സ്നേഹത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെ, ആകർഷണത്തിൻ്റെ പരമാവധി, അതിൻ്റെ അപ്പുറത്തേക്കൊരു ഇഷ്ടമില്ല, സ്നേഹമില്ല, ഇതുവരെ ഒളിപ്പിച്ചു വെച്ചത് ആ വ്യക്തി തുറന്നു പറയുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും. എന്നെ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നോ? ആ സമയത്തൊക്കെ ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മനസ്സ് എത്രത്തോളം സന്തോഷകരമാകുമായിരുന്നു. ഞാൻ എത്ര സന്തോഷങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, എനിക്ക് എത്ര സന്തോഷം അറിയാതെ പോയിരിക്കുന്നു. അങ്ങനെ ഹൃദയത്തിൽ വലിയ വിശുദ്ധിയോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ജ്വലിച്ചു നിൽക്കുന്നു. ആ വ്യക്തിക്ക് നിങ്ങളെ വിശ്വാസമാണ്. ഈ ലോകത്തെ എന്തിനെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ വ്യക്തി ലോകത്തെ ഒക്കെ കാണുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, വിശ്വസിക്കുന്നു. നിങ്ങളല്ലാതെ മറ്റാരെയും വിശ്വാസമില്ല. നിങ്ങളുണ്ടെങ്കിൽ കണ്ണടച്ചുകൊണ്ട്, ആ വ്യക്തിക്ക് കണ്ണുകൾ വേണ്ട, ലോകത്തെ കാണാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിലൂടെ കാണാനും, നിങ്ങളിലൂടെ അറിയാനും, നിങ്ങളിലൂടെ അഭിമാനം കൊള്ളാനും, നിങ്ങളിലൂടെ വിജയിക്കാനും, നിങ്ങളിലൂടെ ആത്മസംതൃപ്തി അടയാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അങ്ങനെ എല്ലാം നിങ്ങൾക്കർപ്പിച്ച, നിങ്ങളോട് സ്നേഹം കാണിക്കുന്ന, നിങ്ങളോട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറുന്നു. എല്ലാ തരത്തിലുള്ള ജീവിതത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി അതൊക്കെ നിങ്ങൾക്ക് കൂടി വേണം. ഒരുമിച്ച് ഒറ്റയ്ക്ക് ആ വ്യക്തിക്ക് ഒന്നും വേണ്ട. ഒരുമിച്ച് ഒറ്റയ്ക്ക് ആ വ്യക്തി ഒന്നും ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഇഷ്ടം, സ്നേഹം എല്ലാം നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ ആ വ്യക്തി നിങ്ങളോട് ആ പ്രണയത്തെക്കുറിച്ച്, ഇഷ്ടത്തെക്കുറിച്ച് പറയാതിരുന്നത് ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയായിരുന്നു ഏറ്റവും നല്ല സമയത്തിനായി. ആ വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തിയോട് പറഞ്ഞ ഏറ്റവും നല്ല അവസരത്തിനായിട്ട് ആ വ്യക്തി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ അവസരം സംജാതമായിരിക്കുന്നു. ആ വ്യക്തിയുടെ പ്രണയം, ആ വ്യക്തിയുടെ ഇഷ്ടം, ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും ആ വ്യക്തി കൃത്യമായി പറയുന്നു. പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോകുന്നു. പോസിറ്റീവ് എനർജിയോടെ, ശക്തിയോടെ, താല്പര്യത്തോടെ ആ വ്യക്തി നിങ്ങളോടെല്ലാം പറയുന്നു. പോസിറ്റീവായിട്ട് നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പോസിറ്റീവായിട്ട് ആ വ്യക്തി പറയും. നിങ്ങളെ ഇഷ്ടപ്പെടും. നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.